ഹലോ വെൽക്കം ബാക്ക് ടു സലാവൽ സിംഫണി സീസിലെ ഏഴാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ടൺ ഭാരവും ആയിരക്കണക്കിന് യാത്രക്കാരുമായി കടലിൽ ഒഴുകി നടക്കുന്ന ഈ ഭീമാകാരനെ പ്രവർത്തിക്കുന്ന 3 ഇടങ്ങളിലേക്കാണ്. കിച്ചൺ, ക്യാപ്റ്റൻ റൂം, എൻജിൻ റൂം എന്നിവിടങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആയിരക്കണക്കിന് അതിഥികൾക്കും ജീവനക്കാർക്കും ദിവസവും ഭക്ഷണം തയ്യാറാക്കുന്ന വമ്പൻ അടുക്കളയാണിത്. ഇതിനെ കപ്പലിൽ ഗാലി എന്നാണ് വിളിക്കുന്നത്. പല രാജ്യക്കാരായ 100 കണക്കിന് ഷെഫുമാർ ഒന്നിച്ചു ചേരുമ്പോൾ ഇവിടെ ഒരുങ്ങുന്നത് ലോകോത്തര നിലവാരമുള്ള വിരുന്നുകളാണ്. ഒരു ദിവസം 20,000-ത്തിലധികം വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒരാഴ്ചത്തെ യാത്രയ്ക്ക് വേണ്ടി 4.5 ലക്ഷം കോഴിമുട്ടകളാണ് ഈ കപ്പലിൽ ഉപയോഗിക്കുന്നത്. ഒരു ദിവസം ഏകദേശം 80,000 പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാൻ ശേഷിയുള്ള യന്ത്രങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ബേക്കറി വിഭാഗം മാത്രം നമ്മൾ നേരെ പോകുന്നത് കപ്പലിൻ്റെ സ്റ്റോർ റൂമിലേക്കാണ്. ഏകദേശം 2,72,000 കിലോഗ്രാം ഭക്ഷണ സാധനങ്ങൾ, ഏകദേശം 8 കോടി മൂല്യമുള്ള ഭക്ഷണ സാധനങ്ങൾ, 9 മെട്രിക് ടൺ മാംസം ആണ് അതിൽ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മളുള്ളത് കപ്പലിലെ 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് മാത്രമുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇതിലുള്ളത്. ബാക്കിയുള്ളത് ഇത്രയും സാധനങ്ങൾ ഈ ഒരു ദിവസത്തിന് മാത്രം വേണ്ടിയിട്ടാണ്. ഇനി നേരെ നമുക്ക് ഹെലിപ്പാഡ് കാണാൻ പോവാം. സുരക്ഷാ മേഖലയായതിനാൽ ഇത് സാധാരണഗതിയിൽ യാത്രക്കാർക്ക്. ഈ ആരോ മാർക്ക് കാണുന്നതാണ് ബ്രിഡ്ജ്. ക്യാപ്റ്റൻ കപ്പലിനെ നിയന്ത്രിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നേരെ ബ്രിഡ്ജിലോട്ട് പോകാം. കപ്പലിൻ്റെ 16ാം നിലയിലാണ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. 24 മണിക്കൂറും കപ്പിത്താനും അദ്ദേഹത്തിൻ്റെ ഓഫീസർമാരും ഇവിടെ ജാഗരൂകരാണ്. മുന്നിലുള്ള ഈ വലിയ ഗ്ലാസ് വിൻഡോകൾ സമുദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, കപ്പലിൻ്റെ സുരക്ഷയും ഉറപ്പാക്കുന്നു. ഈ കാണുന്നതാണ് ECR അഥവാ എൻജിൻ കൺട്രോൾ റൂം. കപ്പലിൻ്റെ അടിത്തട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 100 കണക്കിന് സ്ക്രീനുകളിലൂടെ ഓരോ സിസ്റ്റത്തിൻ്റെയും താപനിലയും സമ്മർദ്ദവും അവർ നിരീക്ഷിക്കുന്നു. ഈ എഞ്ചിനീയറിംഗ് ടീമാണ് കപ്പലിൻ്റെ വൈദ്യുതി, വെള്ളം, എയർ കണ്ടീഷണർ തുടങ്ങിയ സംവിധാനങ്ങളുടെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നു. കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സമുദ്രനിരപ്പിന് താഴെയാണ് എൻജിൻ റൂം സ്ഥിതി ചെയ്യുന്നത്. മണിക്കൂറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവിടെ ശുദ്ധീകരിക്കുന്നത്. സിംഫണി ഓഫ് ദ സീസ് ഒരു ഡീസൽ ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഡീസൽ എഞ്ചിനുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ആ വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രിക് മോട്ടോറുകൾ കപ്പലിനെ മുന്നോട്ട് തള്ളി നീക്കുകയാണ്. ഭീമാകാരമായ ഡീസൽ ജനറേറ്ററുകൾ ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ചെറിയ നഗരത്തിന് ആവശ്യമായ വൈദ്യുതിയാണ്. ഈ വൈദ്യുതിയാണ് കപ്പലിലെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അതിഥികളുടെ ലൈറ്റുകൾ മുതൽ അടുക്കളയിലെ ഉപകരണങ്ങൾ വരെ ഏറ്റവും പ്രധാനം കപ്പലിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നു. ഈ കപ്പലിനെ മുന്നോട്ട് ചലിപ്പിക്കുന്ന 3 ഭീമാകാരമായ അസിപ്പോ ത്രസ്റ്ററുകൾ 360 ഡിഗ്രി കറങ്ങുന്നതിനാൽ 20 മെഗാവാട്ട് വരെയാണ് വളരെ എളുപ്പത്തിൽ കറങ്ങാനും ഡോക്ക് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി സിംഫണി ഓഫ് സീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അവസാനിപ്പിക്കുകയാണ്. മുന്നത്തെ വീഡിയോസ് കാണാൻ വേണ്ടി മുകളിൽ കാണുന്ന ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.